ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മഴത്തോരു മുമ്പേടെ ഇനി വരാൻ പോകുന്ന കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ പുതിയ വീടും സാഹചര്യങ്ങളുമായി ഒത്തിണങ്ങി പോവാനാവാതെ വിഷമിക്കുകയാണ് അലീന. അലീനയെ രാത്രി അത്താഴത്തിന് വിളിച്ച് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി സ്റ്റാൻലി. തിരിഞ്ഞു നോക്കിയപ്പോൾ അലീന അവിടെ തന്നെ നിപ്പുണ്ട്. അത് കണ്ട് സ്റ്റാൻലിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഒരു കാര്യം 2 തവണ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, അതെനിക്കിഷ്ടമല്ല. ഉടനെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അലീനയുടെ മറുപടി വന്നു. എത്ര തവണ പറഞ്ഞാലും വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ പോരെ? സ്റ്റാൻലി ആണെങ്കിൽ അങ്ങനെ ഒരു മറുപടി ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓഹോ, അപ്പോൾ വിശപ്പില്ലേ? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഇന്നലെ വരെ രാത്രി 9:30 ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 8 മണിക്ക് വിശക്കണം എന്ന് പറഞ്ഞാൽ വയറ് വിശക്കുമോ? ഇവിടുത്തെ ചിട്ടകളുമായി പൊരുത്തപ്പെട്ടു പോകാനും കുറച്ച് സമയമൊക്കെ വേണ്ടേ? ഇത് കേട്ട് സ്റ്റാൻലി പറഞ്ഞു, ഓ ഓക്കെ ഓക്കെ, അത് വളരെ ശരിയാണ്. എന്നാൽ പിന്നെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരാം. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ കാരണം ഇവിടുത്തെ ചിട്ടകളൊന്നും മാറ്റണ്ട, ഞാൻ എൻ്റെ ചിട്ടയല്ലേ മാറ്റേണ്ടത്. ഇതും പറഞ്ഞുകൊണ്ട് അലീന മുറി വിട്ട് പുറത്തേക്ക് വന്നു. ഡൈനിങ് ഹാളിലെത്തിയതും നല്ല ചൂടുള്ള വിഭവങ്ങൾ ഏത് നിമിഷവും വിളമ്പാൻ തയ്യാറായി നിൽക്കുവാണ് പൗലോസേട്ടനും സഹായിയും. കത്തിയും ഫോർക്കും ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റാൻലി ഭക്ഷണം കഴിക്കാറ്. ഊണുമേശയിൽ ഒരു പ്രത്യേക ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ആരും പരസ്പരം സംസാരിക്കാതിരിക്കുക, വൃത്തിയായും ചിട്ടയായും ഭക്ഷണം കഴിക്കുക, പ്ലേറ്റ് തട്ടിയും സ്പൂണ് തട്ടിയും അനാവശ്യമായ ശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, ഇതെല്ലാം സ്റ്റാൻലിയുടെ ഊണുമേശയിലെ ചിട്ടകളായിരുന്നു. കത്തിയും ഫോർക്കും നിരത്തിയ ട്രേ സ്റ്റാൻലി അലീനയ്ക്ക് നേരെ തിരിച്ചു വെച്ചു. ഇത് കണ്ട് അലീന പറഞ്ഞു, ഇതുപയോഗിച്ച് കഴിക്കാൻ എനിക്കറിയില്ല. ഓ അതിനെന്താ, പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ നിന്ന് ഒരു കത്തിയും ഫോർക്കും എടുത്ത് സ്റ്റാൻലി അലീനയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് സ്റ്റാൻലി പറഞ്ഞു, ഫോർക്ക് ലെഫ്റ്റ് ഹാൻഡ്, നൈഫ് റൈറ്റ് ഹാൻഡിലും. സ്റ്റാൻലി പറഞ്ഞ പ്രകാരം അലീന ഒരു ചിക്കൻ പീസ് എടുത്ത് ഫോർക്ക് കൊണ്ട് പ്രയോഗം ആരംഭിച്ചു. കത്തിയും ഫോർക്കും പ്ലേറ്റിൽ തട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അത് കണ്ടുകൊണ്ട് സ്റ്റാൻലി പറഞ്ഞു, ശബ്ദമുണ്ടാക്കരുത്. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചെറുതായി ദേഷ്യം വന്നു. അവൾ പിറുപിറുക്കാൻ തുടങ്ങി. ഈ കത്തിയും ഫോർക്കും സ്പോഞ്ചൊന്നല്ലല്ലോ, സ്റ്റീലല്ലേ, അത് പ്ലേറ്റിൽ തട്ടിയ ശബ്ദമുണ്ടാവില്ലേ? അലീന പിറുപിറുക്കുന്നത് കണ്ട് സ്റ്റാൻലി ചോദിച്ചു, അലീന എന്തായി പറയുന്നേ? ശബ്ദമുയർത്തി പറയേ, എന്നാലേ കേൾക്കുള്ളൂ. ഇത് കേട്ട് അലീന പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അലീനയ്ക്ക് കത്തിയും ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, ദേ ഇങ്ങോട്ട് നോക്ക്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കണ്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അതും പറഞ്ഞുകൊണ്ട് കത്തിയും ഫോർക്കും എങ്ങനെ ഉപയോഗിക്കാമെന്ന് സ്റ്റാൻലി കാണിച്ചു കൊടുത്തു. അത് കണ്ട് അലീന മനസ്സിൽ പറഞ്ഞു, ശരിയാ, ശബ്ദം ഒട്ടും തന്നെയില്ല. അലീന അതുപോലെ തന്നെ അനുകരിച്ചു നോക്കി. ആ ഗുസ്തിപിടുത്തത്തിനിടയിൽ പ്ലേറ്റിലിരുന്ന ചിക്കൻ പീസ് തെറിച്ച് ടേബിളിൽ വീണു. അത് സ്റ്റാൻലിയുടെ പ്ലേറ്റിന് അടുത്ത് വരെ നിരങ്ങിപ്പോയി. ഇത് കണ്ട് അലീനയ്ക്ക് ചിരി വരുന്നുണ്ട്. പക്ഷേ അവൾ ചിരി അടക്കി പിടിച്ച് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന മട്ടിൽ സ്റ്റാൻലി ഒന്ന് നോക്കി. ഇത് കണ്ട് സ്റ്റാൻലി വീണ്ടും പറഞ്ഞു, സാരല്ല, വേറൊരു ചിക്കൻ പീസ് എടുത്തു വെച്ച് വീണ്ടും ട്രൈ ചെയ്ത് നോക്ക്. മേശപ്പുറത്ത് തെറിച്ച് വീണ ചിക്കൻ പീസിന് നേരെ അലീന കൈ നീട്ടിയപ്പോൾ അയാൾ തടഞ്ഞു. ഏയ് അതെടുക്കണ്ട, നമ്മൾ ടേബിൾ മാനേഴ്സ് എല്ലാം പാലിക്കണം, അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് കേട്ട് അലീന ഒരു നിമിഷം അനങ്ങാതെ നിന്നു. മേശപ്പുറത്ത് തെറിച്ച് കിടക്കുന്ന ചിക്കൻ പീസിന് നേരെ അവൾ ഒന്നുകൂടി നോക്കി. പെട്ടെന്ന് തന്നെ പരുന്ത് റാഞ്ചുന്ന പോലെ അതെടുത്ത് വായിലിട്ട് അവൾ ചവയ്ക്കാൻ തുടങ്ങി. അലീനയുടെ ഈ പ്രവൃത്തി കണ്ട് സ്റ്റാൻലിക്ക് അതിയായ ദേഷ്യം വന്നു. ധിക്കാരാ നീ കാണിച്ചത്, പറഞ്ഞതിന് നേരെ വിപരീതം കാണിക്കുന്നു, അനുസരണയില്ലാത്തവളാ നീ. ഉടനെ അലീനയുടെ മറുപടി വന്നു, എൻ്റെ 7ാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു ഇറച്ചി കഷ്ണം താഴെ വീണിട്ട് അതിലത്തെ മണ്ണ് ഊതിക്കളഞ്ഞ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരു കല്യാണ സദ്യക്ക് മിച്ചം വന്ന തണുത്ത് കേടായി തുടങ്ങിയ ചോറും കറികളും ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് കേട്ട് സ്റ്റാൻലി തരിച്ചു നിന്നുപോയി. സംസാരത്തിനിടയിലും അലീന നല്ല ചുറുചുറുക്കോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഓരോ അനാഥാലയത്തിലും ഇതുപോലത്തെ ഒരു ചിക്കൻ പീസിന് വേണ്ടി ഓരോ കുട്ടികളും കൊതിക്കുന്നുണ്ടാവും. അത് കേട്ടതും സ്റ്റാൻലി പറഞ്ഞു, സ്റ്റോപ്പ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം സംസാരിച്ചാൽ മതി. സ്റ്റാൻലി അല്പം ദേഷ്യത്തോടെയാണ് ഇത് പറഞ്ഞത്. അലീന പിന്നൊന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും 9 മണിയായിട്ടുണ്ടായിരുന്നു. അലീന നേരെ അവളുടെ മുറിയിലേക്ക് പോയി. തുടർന്ന് രോഹിത് അവൾക്ക് കൊടുത്ത മൊബൈൽ ഫോൺ എടുത്ത് നോക്കി. ഇതുവരെ ഇതിലേക്കൊരു കോളും വന്നിട്ടില്ല. എന്തുകൊണ്ടാ ആരും തന്നെ വിളിക്കാത്തത്? അച്ഛൻ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയില്ലേ? എന്നെ ഇവിടെ ആക്കിയതോടെ എല്ലാവരും അവരുടെ ഉത്തരവാദിത്തം തീർത്തോ? അവൾ കടപ്പാട്ടൂരിലെ നമ്പർ ഡയൽ ചെയ്ത് വിളിക്കാൻ നോക്കിയപ്പോഴേക്കും ആൻ്റപ്പൻ വാതിൽക്കലെത്തി. കുഞ്ഞിനെ കേണൽ സാർ വിളിക്കുന്നുണ്ട്, ആൾ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. എന്താ കാര്യമെന്ന് അലീന ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്. തനിക്കറിയത്തില്ലെന്ന് മറുപടി പറഞ്ഞ് ആൻ്റപ്പൻ പോകുന്നുണ്ട്. ആൻ്റപ്പൻ്റെ പിന്നാലെ അലീന സിറ്റൗട്ടിലെത്തി. സിറ്റൗട്ടിലിരിക്കുകയാണ് സ്റ്റാൻലി. സ്റ്റാൻലിക്ക് അഭിമുഖമായി മറ്റൊരു ചെയറും പിടിച്ചിട്ടിട്ടുണ്ട്. അലീനെ കണ്ടതും സ്റ്റാൻലി പറഞ്ഞു, ഈ ചെയറിലോട്ടിരിക്കെ. സ്റ്റാൻലി പറഞ്ഞതനുസരിച്ച് അലീന ആ ചെയറിലിരുന്നു. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിക്കാം. ഇത് കേട്ട് അലീന ചോദിക്കുന്നുണ്ട്, ഓ അത് ശരി, സംസാരിക്കാനുള്ള സമയമാണോ അത്? ഇത് കേട്ട് സ്റ്റാൻലി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അപ്പോഴേക്കും അലീനയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അലീന നമ്പർ നോക്കി. രോഹിത്തിൻ്റെ നമ്പറാ.
അത് കണ്ടതും അലീനയ്ക്ക് സന്തോഷമായി. അവൾ അടുത്തിറങ്ങി തന്നെ ഫോൺ എടുത്ത് ചെവിയോട് വെച്ചു. മറുവശത്ത് നിന്ന് രോഹിത്തിന്റെ അലീന ചേച്ചി എന്നുള്ള വിളി കേട്ടപ്പോഴേക്കും അലീനയുടെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് അവളുടെ കണ്ടമിടറി ശബ്ദം പുറത്തു വരാതെയായി. അപ്പോഴേക്കും മറുവശത്ത് നിന്ന്, ഹലോ അലീന ചേച്ചി, ഇതെന്താ ഒന്നും മിണ്ടാതെ, കേൾക്കുന്നില്ലേ? ചേച്ചി അവിടെ എന്ത് ചെയ്യുക? ഇത് കേട്ടതും അലീന കണ്ണു തുടച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. എടാ മോനെ, ഞാൻ ഇവിടെയുണ്ട്, വെറുതെ ഇരിക്കുക. അച്ഛൻ അവിടെ എത്തിയോ മോനെ? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഓ എത്തി, ഇവിടെ ഇപ്പം എല്ലാവരും ഉണ്ട്, മനുവേട്ടനും ഉണ്ട്. അലീന ചേച്ചി പോയതോടെ ഈ വീടാകെ ഉറങ്ങിപ്പോയി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവധി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണം കേട്ടോ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമോ? നന്നായി, ഇത് രാജ്യം വേറെ മോനെ, ഇവിടെ പട്ടാള ഭരണ. ആഴ്ചയിലൊന്ന് പോയിട്ട് വർഷത്തിലൊരു ലീവ് കിട്ടുന്ന കാര്യം സംശയമാണ്. അലീന ഇത് പറയുമ്പോഴും സ്റ്റാൻലി ജോസഫിന് നേരെ അവളൊന്ന് പാളി നോക്കുന്നുണ്ട്. സ്റ്റാൻലി ആണെങ്കിൽ ഇതൊന്നും കേൾക്കാത്ത മട്ടിലിരിക്കുക. അലീന മെല്ലെ കസാരയിൽ നിന്നേറ്റു. മോനെ, നീ എറണാകുളത്ത് വിളിച്ച് മാമച്ചനങ്ങളോടും ഗ്രേസും ആൻറ്റിയോടും രേവതിക്കുട്ടിയോടും ഈ കാര്യങ്ങളൊക്കെ പറയണം. രേവതിക്കുട്ടിയെ ഞാൻ നാളെ വിളിക്കാമെന്നും കൂടി പറയണം. വിശേഷങ്ങളെല്ലാം അന്നേരം അറിയിച്ചേക്കാന്ന് അവളോടൊന്ന് പറയണേ. മറുവശത്ത് ഊൺമേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ് രോഹിത്തും ബബിതയും കൃഷ്ണമോളും മനുവും ബാലചന്ദ്രമേനോനും ഒക്കെ. രോഹിത്തിന്റെ സംഭാഷണം കഴിഞ്ഞപ്പോൾ അലീനയുടെ നിർദ്ദേശം വന്നു ബബിതയ്ക്ക് ഫോൺ കൊടുക്കാനായിട്ട്. രോഹിത്ത് മനസ്സിലാ മനസ്സോടെ ഫോൺ ബബിതയ്ക്ക് കൊടുത്തു. ഫോൺ കിട്ടിയതും ബബിത അവിടെ നിന്ന് എഴുന്നേറ്റു. ഉടനെ മനു പറഞ്ഞു, നീ അവിടെ ഇരിക്കേ, എങ്ങോട്ടേ എഴുന്നേറ്റ് പോന്നേ? ഇത് കേട്ട് ബബിത പറയുന്നുണ്ട്, എനിക്ക് അലീന ചേച്ചിയോട് തനിച്ച് സംസാരിക്കണം. ഇത് കേട്ട് മനു പറയുന്നുണ്ട്, ആഹാ, അതെന്താ മറ്റാൾക്കില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി നിനക്ക് മാത്രം? പക്ഷെ ബബിത അതൊന്നും കേൾക്കാത്ത മട്ടില് ഫോൺ എടുത്തുകൊണ്ട് അവിടെ നിന്ന് മാറി. അത് കണ്ടുകൊണ്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, അവൾ പഠിച്ച കള്ളിയല്ലേ മനുവേട്ടാ, അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞാൽ വേറെ ആരും കാണരുത്. അവൾക്ക് സങ്കടം വന്നിട്ട് ഒച്ചയെങ്ങാനും പതറിപ്പോയാൽ അത് വേറെ ആരും കേൾക്കരുത്. അവൾ ഇത്തിരി ചക്രവർത്താനം പറഞ്ഞാൽ അത് വേറെ ആരും അറിയരുത്. അല്ലെങ്കിൽ നോക്ക്, നമ്മളെല്ലാവരും ഒച്ചയിലല്ലേ സംസാരിക്കുക. അവൾ മാത്രം ശബ്ദം താഴ്ത്തി. കൃഷ്ണച്ച അത് പറഞ്ഞത് അല്പം ദേഷ്യത്തിലും കുശുമ്പിലാണെന്ന് മനുവിന് മനസ്സിലായി. അപ്പം മനു പറയുന്നുണ്ട്, നിന്നെ സമ്മതിച്ചിരിക്കുന്നതേ, ബബിതയുടെ മനസ്സിനകത്ത് തുറന്ന് കയറുന്നുണ്ടല്ലോ നീ ഏതായാലും. അത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, എനിക്കറിയാം ഓരോരുത്തരുടെയും കള്ളത്തരങ്ങളൊക്കെ, ഞാൻ മിണ്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കേട്ടുകൊണ്ട് അവളെ തല പിടിച്ച് താഴ്ത്തിയിട്ട് രോഹിത്ത് പറയുന്നുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് മോള് പൊങ്ങണ്ട. അപ്പോഴേക്കും ഫോണുമായി ബബിത തിരിച്ചു വന്നു. ഫോൺ കൃഷ്ണമോളെ നേരെ നീട്ടിക്കൊണ്ട് ബബിത പറയുന്നുണ്ട്, ദേ അലീന ചേച്ചിക്ക് നിന്നോട് സംസാരിക്കാവുന്നത്. ഈ സമയം ബബിതയുടെ മുഖത്ത് ഒരു നവോന്മേഷം ലഭിച്ചതുപോലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ചിരിച്ച മുഖത്തോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ് ബബിത അവളുടെ റൂമിലേക്ക് പോയി. അത് കണ്ടുകൊണ്ട് രോഹിത്ത് പറയാ, മൊത്തം വീക്കായിരുന്ന ആളാ അലീന ചേച്ചി ചാർജ് ചെയ്തതിൻ്റെ ഉത്സാഹം ഇപ്പം ഈ കണ്ടത്. അങ്ങനെ കൃഷ്ണമോളും അലീനയുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം ഫോൺ നേരെ മനുവിൻ്റെ കയ്യിലേക്ക് നീട്ടി. മനുവേട്ടനോട് ചേച്ചിക്ക് എന്തോ പറയാനുണ്ടെന്ന്. ഫോൺ കിട്ടിയതും മനുവിന് എഴുന്നേറ്റ് ഒന്ന് മാറി നിന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്താൽ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്ന് കരുതി അവൻ അവിടെ തന്നെ ഇരുന്നു. മനു സംസാരിക്കുമ്പോൾ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അവൻ്റെ സ്വരത്തിലും ഭാവത്തിലും സ്വകാര്യതയുടെ പരിവേഷം വന്നണയുന്നത് നമ്മുടെ ബാലചന്ദ്രമേനോൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹൃദയത്തോട് സംസാരിക്കുമ്പോഴുള്ള ഒരു നിഗൂഢ ആനന്ദമുണ്ടായിരുന്നു അതിന്. അങ്ങനെ മനു അലീനോട് ചോദിക്കുകയാണ്, നിനക്ക് അവിടെ ഇഷ്ടപ്പെട്ടോടി? അത് കേട്ട് അലീന പറയുന്നുണ്ട്, ഓ അതൊന്നും പറയാറായിട്ടില്ല. മനു വീണ്ടും ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ? അതിന് മറുപടിയായി അലീന പറയുന്നുണ്ട്, ആ ഓരോരുത്തരെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. താമസിക്കുന്ന സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? ആ വലിയ കുഴപ്പമില്ലെന്ന് പറയാം. മനു വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? അതിന് മറുപടി എന്നോണം കഴിച്ചു എന്ന് അലീന പറയുന്നുണ്ട്. അത് കേട്ട് മനു പറയുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം, അന്നേരം എല്ലാം വിശദമായി പറയണം. ആ ശരി മനുവേട്ടാ. അല്ല മനുവേട്ടൻ എന്താ വീട്ടിലേക്ക് തിരിച്ചു പോകാതിരുന്നത്? നിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിന്നതല്ലേ? പിന്നെ ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി വന്നതല്ലല്ലോ, ഒരാളെ യാത്ര അയക്കാൻ വന്നതല്ലേ? ഇത് കേട്ട് അല്പം നേരം ഒന്നും മിണ്ടാതെ അലീന നിന്നു. അതിനുശേഷം അച്ഛനൊന്ന് ഫോൺ കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അലീന. അങ്ങനെ മനു ഫോൺ ബാലചന്ദ്രന് കൊടുക്കുന്നുണ്ട്. ഫോൺ കിട്ടിയതും ബാലചന്ദ്രമേനോൻ ചോദിക്കുന്നുണ്ട്, ക്യൂവിൻ്റെ ഏറ്റവും പിന്നിലാണല്ലേ അച്ഛൻ്റെ സ്ഥാനം? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഓ അതൊരു ശിക്ഷയാ. വീട്ടിൽ ചെന്നിട്ട് ഇതുവരെ എന്നെ വിളിച്ചില്ലല്ലോ. ഇത് കേട്ട് ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, ഓ അത് ശരി, അപ്പോൾ പരിഭവിച്ചിട്ടാണല്ലേ? അതല്ല അച്ഛാ, അച്ഛനല്ലേ ഏറ്റവും ക്ഷമയുള്ള ആൾ. അച്ഛനോട് എനിക്ക് കൂടുതൽ സംസാരിക്കണം, അതുകൊണ്ടാണ് ഏറ്റവും അവസാനമാക്കിയത്. ശരി ശരി, എങ്കിൽ പറ, പുതിയ തവളായിട്ട് നീ ഇണങ്ങിയോ? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഇണങ്ങാനൊക്കെ കുറച്ച് സമയം പിടിക്കും അച്ഛാ. പിന്നെ എന്നെ ഇവിടെ എത്തിച്ചതിൽ അച്ഛന് തെറ്റൊന്നും പറ്റിയിട്ടില്ലല്ലോ? ഇത് ചോദിച്ചിട്ട് അലീന സ്റ്റാൻലി ജോസഫിനെ ഒന്ന് പാളി നോക്കുന്നുണ്ട്. അനങ്ങാപ്പാറ പോലെ ഇരിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. ഇത് കേട്ട് ബാലചന്ദ്രമേനോൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്ക് അങ്ങനൊരു സംശയം? ഒന്നുമില്ല അച്ഛാ, എന്തോ അച്ഛൻ്റെ അടുത്തുനിന്ന് പോരണ്ടായിരുന്നു എന്ന് തോന്നി. ഇവിടുത്തെ രാജകുമാരി ആവുന്നേക്കാടും
എനിക്കിഷ്ടം അവിടുത്തെ വേലക്കാരിയാവുന്നതാ. ഇത് പറഞ്ഞിട്ട് വീണ്ടും അലീന സ്റ്റാൻലി ജോസഫിനെ ഒന്ന് നോക്കി. പ്രത്യേകിച്ച് കുലുക്കമൊന്നുമില്ല. അപ്പം ബാലചന്ദ്രമേനും പറയുന്നുണ്ട്, സാരമില്ല മോളെ, എല്ലാം ശരിയായിക്കോളും. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ആ പിന്നെ ഞാനിങ്ങ് പോകുന്നെന്ന് കരുതി അച്ഛൻ മരുന്നൊന്നും മുടക്കരുത്. അതുപോലെ ആഹാര നിയന്ത്രണവും അതിലൊന്നും ഒരു മുടക്കവും വരാൻ പാടില്ല. എല്ലാം ഞാൻ കൃഷ്ണമോളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛന് ദേഷ്യം പിടിക്കാൻ പാടില്ലെന്നറിയാലോ. അമ്മ വന്നാലും വഴക്കിനൊന്നും നിൽക്കണ്ട. ഇനി എന്നെ പേടിക്കണ്ടല്ലോ എന്ന് കരുതി നാളെ മുതൽ സിഗരറ്റ് വലിയൊന്നും തുടങ്ങിയേക്കരുത്. അതുപോലെ തന്നെ മദ്യപാനവും. അതുകൊണ്ട് സുഖത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളാണെന്ന് അച്ഛൻ ഓർക്കണം. ഇത് പറയുമ്പോഴും അലീന സ്റ്റാൻലി ജോസഫിനെ നോക്കുന്നുണ്ട്. അർത്ഥം വെച്ചാണ് അലീന ഓരോന്ന് പറയുന്നതെന്ന് സ്റ്റാൻലി ജോസഫിന് മനസ്സിലാവുന്നുണ്ട്. അയാൾക്ക് ചെറുതായി ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അച്ഛനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അലീന ഫോൺ വെച്ചു. ഉടനെ സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്, നിനക്ക് ബാലചന്ദ്രമേനോനെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതെൻ്റെ സ്വന്തം അച്ഛനായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഇത് കേട്ട് സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ആ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഇത് കേട്ട് അലീന വീണ്ടും പറയുന്നുണ്ട്, അച്ഛന്മാരായ അങ്ങനെ വേണം. അതുപോലെ ഒരു അച്ഛനെ കിട്ടാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയി. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, മേനോണിനോട് പറഞ്ഞിരുന്നു അയാൾ നിന്നെ സ്വന്തം മോളെ പോലെ നോക്കിയിരുന്നേന്ന്. അതുകൊണ്ട് തന്നെ അയാളോട് നിനക്ക് ഇത്രയും സ്നേഹം കടപ്പാടും ഒക്കെ വേണം. ഇതൊന്നും ഒട്ടും കൂടുതലല്ല. ഇതും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ജോസഫ് എഴുന്നേറ്റു. അയാൾ വാച്ചിൽ നോക്കി. എന്നിട്ട് പറയാണ്, പോയി കിടന്നോളൂ, ഉറങ്ങണ്ടേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആൻ്റപ്പനോട് പറഞ്ഞാൽ മതി. അത്രയും കേട്ടതും അലീന പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യവും വരില്ല. അത് ഇതൊരു വാശിയോടെ പറയുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എങ്കിലൊക്കെ ഗുഡ് നൈറ്റ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി വരാന്തയിലൂടെ നടന്നുപോയി. അലീന കുറച്ചു നേരം കൂടി സിറ്റൗട്ടിൽ തന്നെ നിന്നു. എന്തു പറഞ്ഞാലും ആൻ്റപ്പനോട് പറഞ്ഞാൽ മതിയെന്ന്. അതെന്താ, അയാളാണോ എൻ്റെ പപ്പ? അലീന മനസ്സിൽ മുറുമുറുത്തുകൊണ്ടേയിരുന്നു. തുടർന്നുള്ള ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്